കഥകളി. കൃഷ്ണാട്ടം ആവിർഭവിച്ച് ഒരു 50 വർഷം പിന്നിടുമ്പോഴേക്കും മറ്റൊരു കലാരൂപം കേരളത്തിൻ്റെ മണ്ണിൽ പിറക്കുന്നു. അത് തെക്കൻ കേരളത്തിലാണ്. ദക്ഷിണ കേരളത്തിൽ കൊട്ടാരക്കര എന്ന പ്രദേശത്ത് അവിടുത്തെ നാട്ടുരാജാവായിട്ടുള്ള കൊട്ടാരക്കര തമ്പുരാൻ രാമായണത്തിനെ ആസ്പദിച്ച് 8 കഥകൾ രാമനാട്ടം എന്ന പേരിൽ അദ്ദേഹം 8 കഥകൾ സംവിധാനം ചെയ്യുന്നു. ശ്ലോകങ്ങളായും പദങ്ങളായും കഥാപാത്രങ്ങളായും കഥാസന്ദർഭങ്ങളായും 8 കഥകൾ രാമായണത്തിനെ ആസ്പദിച്ചാണ് 8 കഥകൾ ഉണ്ടാവുന്നത്. പുത്രകാമേഷ്ടി മുതൽ അങ്ങനെ തുടങ്ങി രാവണവധം വരെ നീങ്ങുന്ന കഥകളാണ്. ഈ കഥകൾ അരങ്ങത്ത് ആവിഷ്കരിക്കപ്പെടുന്നത് രാമനാട്ടം എന്ന പേരിലാണ്. അപ്പോൾ രാമനാട്ടം ഏത് രൂപത്തിലായിരുന്നു അവതരിപ്പിച്ചിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് യാതൊരു തെളിവുകളുമില്ല. നമുക്ക് ടെമ്പിൾ ഡോക്യുമെൻറ്റ്സ് ഇല്ല, മറ്റു തരത്തിലുള്ള ഏതെങ്കിലും ഇൻസ്ക്രിപ്ഷൻസ് ഇല്ല. അപ്പോൾ നമുക്ക് ചരിത്രപരമായ തെളിവുകളോടുകൂടി രാമനാട്ടം എന്തായിരുന്നു എന്ന് സ്ഥാപിക്കാനായിട്ടുള്ള തെളിവുകൾ നമ്മുടെ പക്കലില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റും, ഈ കഥകളൊക്കെ എഴുതിയിട്ടുള്ളത് അതിൻ്റെ സാഹിത്യം നമുക്ക് ലഭ്യമായതുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം, അതിൽ ശ്ലോകങ്ങളുണ്ട്, പദങ്ങളുണ്ട്, കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളുണ്ട്. അപ്പോൾ ഇത് അരങ്ങത്ത് അവതരിപ്പിക്കാൻ പാകത്തിലാണ് കൊട്ടാരക്കര തമ്പുരാൻ 8 കഥകളും എഴുതി ചിട്ടപ്പെടുത്തിയത്. അത് ആചാര്യന്മാരായിരിക്കും, നാട്യാചാര്യന്മാരായിരിക്കും. അക്കാലത്ത് കൊട്ടാരക്കര പരിസരത്ത് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് നിലവിലുള്ള കലാരൂപങ്ങൾ, അവിടെ ഉണ്ടായിട്ടുള്ള നാടൻ അനുഷ്ഠാന കലാരൂപങ്ങൾ, ഈ കലാരൂപങ്ങളുടെയൊക്കെ ഒരു സ്വാധീനം സ്വീകരിച്ചുകൊണ്ട് സവിശേഷമായ ഒരു കലയായി രാമനാട്ടം രൂപപ്പെടുകയായിരിക്കണം. അപ്പോൾ അതിൽ അങ്ങനെ രൂപപ്പെട്ടാൽ പോലും പ്രാഥമിക അവസ്ഥയിലാണെങ്കിൽ പോലും അതിൽ ഈ പറഞ്ഞ സങ്കേതങ്ങളൊക്കെ വേണം. ഞാൻ മുൻപ് ഒരു എപ്പിസോഡിൽ പറഞ്ഞതുപോലെ 4 അഭിനയങ്ങൾ വേണം. ചതുർവിധ അഭിനയങ്ങളെന്ന് പറയും. ആംഗികം വേണം, ആഹാര്യം വേണം, വാചികം വേണം, സാത്വികം വേണം. ഈ 4 അഭിനയങ്ങളും കൂടിച്ചേർന്നുകൊണ്ട് അതിൻ്റെ കൂടെ വാദ്യസംഗീതം വേണം. ഇത് പാടണ്ടേ, പാടാൻ ആൾ വേണം. ആദ്യകാലത്ത് രാമനാട്ടം പാടിയിരുന്നത് അഭിനയിച്ചിരുന്നവർ തന്നെയാണ് എന്നൊരു പക്ഷമുണ്ട്. അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ അഭിനയിച്ച ആളുകൾ തന്നെ പാടുകയായിരിക്കും. അപ്പോൾ രാമനാട്ടം എങ്ങനെയാണ് രാമനാട്ടം അരങ്ങിൽ അവതരിപ്പിച്ചിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ തെളിവുകളില്ല. പക്ഷേ ഈ ചതുർവിധാഭിനയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതോടൊപ്പം പാട്ടുകാരൻ വേണം. കാരണം ചിലത് കവിവാക്യങ്ങളാണ്. അതിപ്പോൾ വേഷക്കാരന് തന്നെ പാടാൻ പറ്റില്ല. കവിവാക്യങ്ങൾ പാടണമെങ്കിൽ ഒരു പാട്ടുകാരനില്ലാതെ പറ്റില്ല. പാട്ടുകാരൻ 1 ആയിരുന്നോ 2 ആയിരുന്നോ എന്നറിയില്ല. ചിലപ്പോൾ ഒരു പാട്ടുകാരൻ തന്നെയായിരിക്കും. ആ മദ്ദളക്കാരൻ വേണം. അത് അന്ന് തൊപ്പി മദ്ദളമായിരുന്നു, അത് ശുദ്ധമദ്ദളമായിരുന്നു ഉപയോഗിച്ചതെന്നുള്ളതിനെപ്പറ്റി നമുക്കറിയില്ല. പക്ഷേ മദ്ദളമായിരുന്നു വാദ്യം എന്ന് പറയുന്നത്. ചെണ്ടയും ഉണ്ടായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഇതിനൊന്നും നമുക്ക് കൃത്യമായ തെളിവുകളില്ലാത്തതുകൊണ്ട് ഇതൊന്നും നമുക്ക് സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷേ ഒരു കാര്യം സ്പഷ്ടമാണ്, രാമനാട്ടം അവതരിപ്പിക്കുമ്പോൾ അത് കാണാൻ വന്നിട്ടുള്ള സദസ്സ് വളരെ പ്രബുദ്ധമായ സദസ്സല്ല. കാരണം ഈ രാമായണ കഥകളൊക്കെ, ഭാരത കഥകളൊക്കെ, ഭാഗവത കഥകളൊക്കെ ജനങ്ങളുടെ ഇടയിൽ വളരെ പ്രചാരമായി തീർന്നുണ്ട് ആ കാലമാകുമ്പോഴേക്കും. എഴുത്തച്ഛൻ മുഖാന്തരമോ അല്ലാതെയോ, അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ആളുകൾ, അത് വായിച്ചിട്ടുള്ളവർ പിൻതലമുറകൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഉള്ളതുകൊണ്ടാവാം. അങ്ങനെയൊക്കെ ഈ കഥകൾ വളരെയധികം ജനകീയമായതുകൊണ്ട് ഈ കഥകളൊക്കെ എങ്ങനെ അതിലെ സംഘട്ടനങ്ങൾ, അതിലെ കായികമായ സംഘടനകളും മാനസികമായ സംഘടനകളും എങ്ങനെയാണ് കഥാപാത്രങ്ങളൊക്കെ വന്ന് അവതരിപ്പിക്കുന്നതെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയോടുകൂടി ഭക്തന്മാരായ ആളുകൾ ഈ രാമനാട്ട അവതരണത്തിന് മുൻപിൽ പോയി ഇരുന്നിട്ടുണ്ടാവണം. അവർ ഈ രാമനാട്ടമൊക്കെ രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന കളിയായി അനുഭവിച്ചിട്ടുണ്ടാവും. ഒരു കഥയൊക്കെ വളരെ വിസ്തരിച്ച് ആടുകയാണെങ്കിൽ ഒരു രാത്രി മുഴുവൻ വേണ്ടി വരും. അങ്ങനെ ഇത് വിസ്തരിച്ച് കണ്ട ഒരു സംസ്കാരം അക്കാലത്ത് തന്നെ രൂപപ്പെട്ടിരുന്നിരിക്കണം. അപ്പോൾ 17-ാം നൂറ്റാണ്ടിലുണ്ടായ രാമനാട്ടം അത് അവിടെ നിന്നില്ല. അതിൻ്റെ അത്ഭുതകരമായ അതിൻ്റെ പ്രചാരം ദക്ഷിണ കേരളത്തിൽ നിന്ന് അത് മധ്യകേരളത്തിലേക്ക് വരുന്നു. മധ്യകേരളത്തിലെ വെട്ടത്ത് നാട്ടിലേക്ക് വരുമ്പോൾ വെട്ടത്ത് നാട്ട് രാജാവ് അദ്ദേഹമാണ് അതിൽ ചെണ്ട കൊണ്ടുവരുന്നത് എന്ന് കഥകളി രംഗം എന്ന പ്രശസ്തമായ ചരിത്ര ഗ്രന്ഥം എഴുതിയിട്ടുള്ള KPS മേനോൻ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിനു മുമ്പ് ചെണ്ട ഉണ്ടായിരുന്നില്ല, പുരുഷവേഷങ്ങൾക്ക് ചെണ്ട വേണം എന്ന് നിഷ്കർഷിച്ചത് വെട്ടത്ത് രാജാവാണ്
എന്ന് KPS മേനോൻ പറയുന്നുണ്ട്. അതിലൊരു സാങ്കത്യം ഞാൻ കാണുന്നത്, ഈ ചെണ്ട എന്ന വാദ്യം ഏറ്റവും പ്രധാനമായി ഏറ്റവും ഗംഭീരമായി ഉപയോഗിച്ച് വരുന്നത് മധ്യ കേരളത്തിലും ഉത്തര കേരളത്തിലുമാണ്, തെക്കോട്ടല്ല. തെക്കൻ കേരളത്തിൽ ചെണ്ടയ്ക്കൊന്നും അത്ര വലിയ പ്രാധാന്യം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. അവിടെ തീരെ ഇല്ലെന്നല്ല, പക്ഷേ ചെണ്ടയുടെ വിവിധ സാധ്യതകളെ മേളങ്ങളായിട്ടും തായമ്പകയായിട്ടും ഒക്കെ ഉപയോഗിക്കുന്ന വലിയ സാധ്യതകളെ, തെയ്യത്തിൽ പോലും ചെണ്ടയുണ്ടല്ലോ, അപ്പോൾ ആ സാധ്യതകളെ ഏറ്റവും അധികം ഉപയോഗപ്പെടുത്താൻ പര്യാപ്തമായൊരു മണ്ണ് മധ്യ കേരളവും ഉത്തര കേരളവുമായിരുന്നു. അതുകൊണ്ട് ചെണ്ട ഉണ്ടായത് വെട്ടത്ത് നാട്ടിലേക്ക്, വെട്ടത്ത് രാജാവിൻ്റെ സവിധത്തിലേക്ക് രാമനാട്ടം എത്തിച്ചേർന്നതോട് കൂടിയിട്ടാണ് എന്ന KPS മേനോൻ്റെ നിഗമനം പല നിലയ്ക്കും യുക്തിസഹമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തായാലും ചെണ്ട വരുന്നതോടുകൂടി ചെണ്ടയും മദ്ദളവും കഥകളിയുടെ പ്രധാന വാദ്യങ്ങളാവുന്നു. പാട്ടുകാരൻ ഒന്നാണോ, പൊന്നാനി പാട്ടുകാരൻ എന്ന് പറയുന്ന ഒന്നാം പാട്ടുകാരനാണോ, അതോ പൊന്നാനി ശങ്കിടി എന്ന് പറയുന്ന രണ്ട് പാട്ടുകാരുണ്ടായിരുന്നോ, അതോ പിൽക്കാലം വന്നാണോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയില്ല. അതെന്തായാലും അവിടെ നിന്ന് പിന്നീട് കോട്ടയം, വടക്കേ മലബാറിൽ കോട്ടയം എന്ന പ്രദേശത്തേക്ക് രാമനാട്ട രൂപത്തിലല്ല പോകുന്നത്. കോട്ടയത്ത് തമ്പുരാൻ എന്ന നാട്ടുരാജാവ് അദ്ദേഹം മഹാഭാരതത്തിൽ നിന്ന് 4 കഥകൾ എഴുതി ആട്ടക്കഥാരൂപത്തിൽ എഴുതി ചിട്ടപ്പെടുത്തുന്നു. ഈ 4 കഥകൾ കല്യാണ സൗഗന്ധ്യം, കൃമീരവധം, നിവാതകവച കാലകേയവധം, ഭഗവധം, അങ്ങനെ 4 കഥകളാണ് കോട്ടയത്തമ്പുരാൻ എഴുതുന്നത്. ഈ 4 കഥകൾ മഹാഭാരതത്തിൽ നിന്ന് അദ്ദേഹം ആട്ടക്കഥാരൂപത്തിൽ എഴുതി അതോടുകൂടിയാണ് കഥാപാത്രങ്ങൾ ഈ കലാരൂപത്തിൽ വളരെയധികം പ്രാധാന്യം നേടുന്നത്. അങ്ങനെ രാമനാട്ടം എന്നത് കോട്ടയത്തമ്പുരാൻ്റെ ഈ 4 കഥകളോടുകൂടി കഥകളിയായി പരിണമിക്കുന്നു. ആ കഥകളിയായി പരിണമിക്കുമ്പോൾ ഈ കഥകളൊക്കെ ചിട്ടപ്പെടുത്താനായിട്ടൊരു ആചാര്യൻ വേണം. അതിനുവേണ്ടി അദ്ദേഹം വെള്ളാട്ട് ചാത്തുപ്പണിക്കർ എന്ന പട്ടാമ്പിക്കാരനായിട്ടുള്ള ഒരു രാമനാട്ട കലാകാരൻ, വളരെ പ്രഗത്ഭനായിട്ടുള്ള രാമനാട്ട കലാകാരനാണ്. അദ്ദേഹത്തെ പട്ടാമ്പിയിൽ നിന്ന് വരുത്തിയിട്ടാണ് കോട്ടയത്ത് വെച്ച്, വടക്കേ മലബാറിൽ കോട്ടയത്ത് വെച്ച് ഈ 4 കഥകളും ചിട്ടപ്പെടുത്തി അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രബലമായ സ്വാധീനം അന്നുണ്ടാവുന്നത്, കഥകളി എന്ന കലാരൂപം രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും അധികം പ്രാധാന്യം വഹിച്ച ഒരു കല കളരിപ്പയറ്റാണ്. പലപ്പോഴും പലരും ഈ കളരിപ്പയറ്റിൻ്റെ സങ്കേതങ്ങൾ എങ്ങനെയാണ് കഥകളി പോലെ ഒരു കലാരൂപത്തിൽ വന്നതെന്ന് പറയാറില്ല. അതിലെ മെയ്യുറപ്പടവുകളെല്ലാം എടുത്ത് നോക്കിയാൽ, അതിലെ യുദ്ധരംഗങ്ങളെല്ലാം എടുത്ത് നോക്കിയാൽ അതിലൊക്കെ കളരിപ്പയറ്റിൻ്റെ മെയ് സ്വാധീനം വളരെയുണ്ട്. അപ്പോൾ കളരിപ്പയറ്റിൻ്റെ ശരീരസങ്കേതങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായി ആംഗികാഭിനയത്തിൻ്റെ ഒരു സംസ്കാരം രൂപപ്പെടുത്തിക്കൊണ്ടാണ് കോട്ടയത്ത് തമ്പുരാൻ്റെ ഈ 4 കഥകളും അരങ്ങിൽ ആവിഷ്കൃതമാവുന്നത്. അതിനുശേഷം കോട്ടയത്ത് തമ്പുരാൻ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇത് വളരെയധികം പ്രഫുല്ലമായി വളരെയധികം അഭിവൃദ്ധി പ്രാപിച്ചെങ്കിലും പിൽക്കാലം അവിടെ നിന്ന് കഥകളി പാലക്കാട്ടേക്ക് വരുന്നു. കല്ലടിക്കോട് എന്ന പ്രദേശത്ത് വന്നു, അവിടെ ഒരു സമ്പ്രദായമായി വികസിക്കുന്നു. അതേസമയം തന്നെ വടക്കേ മലബാറിൽ കടത്തനാടൻ കളരി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും കളരിപ്പയറ്റിൻ്റെ വളരെയധികം സ്വാധീനത്തോടു കൂടിയ ഒരു സംസ്കാരമായി അവിടെ കഥകളി നിലകൊള്ളുന്നു. അതോടൊപ്പം തന്നെ കല്ലടിക്കോട് എന്ന പ്രദേശത്തേക്ക് ഇത് എത്തിച്ചേരുന്നു. അവിടെ അത് മറ്റൊരു രീതിയിൽ ചിട്ടപ്പെടുത്തി അവിടെ അവതരിപ്പിച്ചു പോരുന്നു. തുടർന്ന് 18-ാം നൂറ്റാണ്ടൊക്കെ കഴിയുമ്പോഴേക്കും 18-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ട് അവസാനമാവുന്നതോട് കൂടിയിട്ട് കല്ലുവഴിച്ചിട്ട എന്ന് പറഞ്ഞ്, കല്ലുവഴി എന്ന് പറയുന്ന ഗ്രാമത്തിൽ പാലക്കാട് ജില്ലയിൽ കല്ലുവഴി എന്ന സ്ഥലത്ത് കല്ലുവഴി കുയിൽത്തൊടി ഇട്ടുരാരിച്ചമേനോൻ എന്നൊരു ആചാര്യൻ്റെ കീഴിൽ കല്ലുവഴി ചിട്ട എന്ന് പറഞ്ഞ് ഒന്ന് സ്ഥാപിതമാകുന്നു. അത് വടക്കേ മലബാറിലെ കോട്ടയത്ത് തമ്പുരാൻ ആവിഷ്കരിച്ച് ഭദ്രമാക്കിയ കഥകളിയെ കുറെ കൂടി ഒതുക്കി മിനുക്കി വെട്ടിച്ചുരുക്കി വൃത്തിയാക്കി എടുക്കുന്നതാണ് കല്ലുവഴിച്ചിട്ട എന്ന് പറയുന്നത്. ഈ കല്ലുവഴിച്ചിട്ടയാണ് പിൽക്കാലത്ത് കേരള കലാമണ്ഡലത്തിൽ കല്ലുവഴിച്ചിട്ടയുടെ പരമാചാര്യനായിട്ടുള്ള പട്ടിക്കാന്തുടി രാവണി മേനോൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യരെ അഭ്യസിപ്പിച്ചത്. അതിനുശേഷം ഉള്ള കഥകളിയുടെ ചരിത്രം കല്ലുവഴിച്ചിട്ടയുടെ ചരിത്രം കൂടിയാണ്. ദക്ഷിണ കേരളത്തിൽ അതേസമയം ഇതേ കഥകളി തന്നെ രാമനാട്ടം കഥകളി ആയതിനു ശേഷം
തെക്കൻ കേരളത്തിലും കുട്ടനാടൻ പ്രദേശങ്ങളിൽ തകഴി, കിടങ്ങൂർ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ തെക്കൻ കഥകളി സമ്പ്രദായം എന്നൊരു പുതിയ സംസ്കാരം രൂപപ്പെട്ടു വരുന്നു. അത് ഇവിടുന്ന് കപ്ലിങ്ങാട് നമ്പൂതിരി എന്ന് പറയുന്ന ഒരു വലിയ കലാകാരൻ, തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയിലാണ് അദ്ദേഹത്തിൻ്റെ ഇല്ലം. അദ്ദേഹം ഇവിടുന്ന് തിരുവിതാംകൂറിൽ പോയി തിരുവിതാംകൂർ കൊട്ടാരത്തിൽ അവിടുത്തെ ഒരു ആശ്രിതനായി കൂടി അദ്ദേഹത്തിൻ്റെ ഒരു മേൽനോട്ടത്തിലാണ് ഈ കപ്ലിങ്ങാടൻ സമ്പ്രദായം അവിടെ വികസിച്ചതെന്നും അതാണ് തെക്കൻ ചിട്ടയായി വികസിച്ച് മാറിയതെന്നും ഉള്ള ഒരു ചരിത്രമുണ്ട്. ഞാൻ അതിൻ്റെ ഒരു വിശകലനത്തിലേക്ക് ഇവിടെ കടക്കുന്നില്ല. ഏതായാലും കഥകളിയിൽ 2 സമ്പ്രദായങ്ങൾ വളരെ പ്രബലമായി തീർന്നു. ഒന്ന്, കഥകളിയുടെ വടക്കൻ സമ്പ്രദായമായി നിലകൊള്ളുന്ന കല്ലുവഴി ചിട്ടയും കഥകളിയുടെ തെക്കൻ സമ്പ്രദായമായി നിലകൊള്ളുന്ന തെക്കൻ ചിട്ടയും. അങ്ങനെ വടക്കൻ ചിട്ടയും തെക്കൻ ചിട്ടയും ചേർന്ന ഒരു വലിയ നൃത്യകലാ സംസ്കാരമായി കഥകളി പിൽക്കാലം വികസിച്ചു വരുന്നു. അതിന് ആഗോള പ്രശസ്തി ലഭിക്കുന്നു. ഭാരതമെങ്ങും അതിന് അരങ്ങുകൾ ലഭിക്കുന്നു. ഭാരതത്തിലെ മറ്റെല്ലാ കലകൾക്കും ഒപ്പം കഥക്കിനും ഒഡീസിക്കും കുച്ചിപ്പുടിക്കും ഭരതനാട്യത്തിനും ഒക്കെ ഒപ്പം മണിപ്പുരിക്കും അതിനോടൊക്കെ തുല്യം നിൽക്കുന്ന ഒരു കലയായി കഥകളി എന്ന കലാരൂപം അംഗീകരിക്കപ്പെടുന്നു. അതിൽ പ്രഗത്ഭമതികളായ അനവധി ആചാര്യന്മാർ, അനവധി മനീഷികൾ ഉയർന്നു വരുന്നു. അവരുടെ സംഭാവനകൾ കൊണ്ട് കഥകളി ഏറ്റവും അധികം ഫലഭൂയിഷ്ടമായി തീരുന്നു. അതെങ്ങനെ, എന്തൊക്കെയായിരുന്നു അവരുടെ സംഭാവനകൾ, ഏതേത് രംഗത്താണ് ഈ ആചാര്യന്മാർ സംഭാവനകൾ നൽകിയത് എന്നൊക്കെയുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. ഇത് ഒരാമുഖം എന്ന നിലയിൽ കഥകളി എന്ന കലയുമായി അത്രയൊന്നും ബന്ധമില്ലാത്ത ഇതിൻ്റെ കാഴ്ചക്കാർക്ക് ഒരാമുഖം എന്ന നിലയിൽ ഞാൻ ഈ കലാരൂപത്തെ വളരെ സംക്ഷിപ്തമായി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. നന്ദി.